ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് ഫാത്തിമ അൻസ എന്നാണ്. ഞാൻ പുതിയതായിട്ട് തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണ് ഇത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ കുട്ടികൾക്ക് ഇന്ന് സ്കൂളുള്ള ഒരു ദിവസമാണ്. അപ്പം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് റെഡിയാക്കണം. അതിൻ്റെ കൂടെ തന്നെ രാവിലത്തേക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ തലേന്ന് തന്നെ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഗ്രീൻ പീസ് കറി വെക്കാൻ വേണ്ടി വെജിറ്റബിൾസ് എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള, ഒരു പച്ചമുളക്, ഇത്രയാണ് വേണ്ടത്. ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കുക്കറിലേക്ക് ഈ ഗ്രീൻ പീസിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊരു 4 വിസിലടിക്കുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഞാൻ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി കഴുകി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് തോരനായിട്ട് ക്യാരറ്റും ക്യാബേജും കൂടെ ആയിട്ടുള്ള മിക്സ്ഡായിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 2 സവാള, ഒരു പച്ചമുളക്, ഇത്രയും കൊത്തി അരിഞ്ഞിട്ടാണ് നമ്മൾ തോരൻ വെക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടാണ് തോരൻ വെക്കുന്നത്. തോരൻ വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാം, എങ്കിലും നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് മാത്രം കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ വെക്കുന്ന ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പം അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പം നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണേ. അതിൻ്റെ കൂടെ തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ തോരനെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സോസേജ് വെള്ളത്തിലിടുന്നുണ്ട്. മോൾക്ക് ഇവിടെ സോസേജ് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. ഈ ഉണ്ടാക്കുന്ന മുട്ട മോന് വേണ്ടിയിട്ടുള്ളതാണ്. ആൾക്ക് സവാള, പച്ചമുളക്, ഇതൊന്നും മുട്ടയുടെ കൂടെ ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. അപ്പം ആൾക്ക് സ്കൂളിൽ കൊടുത്തു വിടുന്നത് ഞാൻ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. ഈ മുട്ടയുടെ ഉണ്ണി ഞാൻ പൊട്ടിച്ചതാണ്, അല്ലാതെ ഒഴിച്ചപ്പോൾ പൊട്ടിയതാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഞാൻ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ സോസേജൊക്കെ വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം വീഡിയോ ആയിട്ട് എടുത്തിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മോൻ്റെ ലഞ്ച് ബോക്സാണ്. മോൻ ആവശ്യത്തിന് ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് തോരൻ വെച്ച് കൊടുക്കുന്നുണ്ട്. തോരൻ വെക്കേണ്ട ഇപ്പുറത്തെ ബോക്സിലാണ് ഞാൻ മാറി അപ്പുറത്ത് വെച്ച് പോയി. അപ്പം ഞാൻ തോരനൊക്കെ എടുത്ത് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് അവിടെ കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് തൈരൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ മോന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മോളുടെ ലഞ്ച് ബോക്സാണ്. ആൾ കുറച്ച് ചോറൊക്കെ കഴിക്കാറുള്ളൂ. അപ്പം ഇങ്ങനെ സോസേജൊക്കെ കൊടുത്തു വിടുമ്പോൾ ആൾക്ക് ഇഷ്ടമാണ് ചോറൊക്കെ കഴിക്കാൻ. അപ്പം മോൾക്ക് ആവശ്യത്തിന് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ 3 സോസേജ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആൾ അടുത്ത് നിന്ന് പറയുന്നുണ്ട് എനിക്ക് തോരൻ വേണ്ട, ഇത് വേണ്ടാന്ന്. എങ്കിലും ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ലഞ്ച് ബോക്സ് ഐറ്റംസ്. അപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 പേരുടെ ലഞ്ച് ബോക്സ് അടച്ച് നമ്മൾ ടവലിൽ പൊതിഞ്ഞ് ബാഗിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. മോൾക്ക് സ്നാക്സ് ആയിട്ട് വെക്കുന്നത് പേരയ്ക്കാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചത് തന്നെ പേരയ്ക്കാണ്, പക്ഷേ പഴുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 പേരും റെഡിയായിട്ട് സ്കൂളിൽ പോകാൻ ഒരുങ്ങി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.